എന്താ ഇതൊക്കെ? ഇന്ന് സാറിൻ്റെയും അരവിന്ദ് സാറിൻ്റെയും വെഡിങ് ആനിവേഴ്സറി അല്ലേ? അതാ. ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തേ? യു നോനാ, ഐ ഡോണ്ട് ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് സ്റ്റുപ്പിഡ് തിങ്സ്. അറിയാം സാർ, പക്ഷേ ഇന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലേ, അതുകൊണ്ടാണ് ഞങ്ങള് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ നിങ്ങളല്ല. മനസ്സിലായല്ലോ? മേലാൽ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടിയ ഐ വിൽ ഡിസ്മിസ് യു. സോറി സാർ, ഞാനിത് ഇപ്പൊ തന്നെ റിമൂവ് ആക്കിക്കോളാം. എന്തിന്? ഇതൊന്നും ആരും ക്ലീൻ ചെയ്യാൻ പോകുന്നില്ല. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് നീ എന്താ അർജുൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? ഇതുപോലെയൊന്നും അല്ലായിരുന്നല്ലോ. വെഡിങ് ആനിവേഴ്സറി നമ്മൾ എല്ലാവരും കൂടി ആഘോഷിക്കും, അത്ര തന്നെ. ബെന്നി, വേണ്ട, വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട. വെഡിങ് ആനിവേഴ്സറി നിങ്ങൾക്ക് ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തനിയെ ആഘോഷിച്ചു. ഞാൻ എന്തായാലും ഈ ഒരു സെലിബ്രേഷനിൽ പങ്കാളിയാവില്ല. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് ഓഫീസിൽ പോകാൻ ടൈം, ഞാൻ പോവാം. അർജുൻ, ഇന്ന് നിന്റെ ആരവിൻ്റെയും സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറിയാ. നിങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിൽ പിന്നെ എന്ത് സെലിബ്രേഷൻ ഉണ്ടാവും എന്ന് പറയുന്നേ? നിനക്കിത് എന്താ പറ്റിയേ? നീ എന്താ ഈ കാണിച്ചു കൂട്ടുന്നേ? അത് തന്നെയാ ഞാനും പറഞ്ഞത്. നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തോ, പക്ഷേ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, അത്രേ ഞാൻ പറഞ്ഞോളൂ. ആരവുണ്ടല്ലോ മുകളിൽ, അവനെ വെച്ച് സെലിബ്രേറ്റ് ചെയ്തോ. മോനെ അജ്ജു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. അതിന് ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങളെല്ലാവരും ഇവിടെ വന്നില്ലേ, നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ച് തീർക്കാം. നിങ്ങൾ രണ്ടുപേരും എന്താ പ്രശ്നം എന്ന് പറയാൻ തയ്യാറാവണം, അത്രേ ഉള്ളൂ. ഏട്ടാ, എനിക്ക് നിങ്ങളോടൊന്നും ഒരു പ്രശ്നമില്ല. തൽക്കാലം എന്താ പ്രശ്നം എന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്, അത് എനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. എന്തായാലും ഐ എം സോറി. ഞാൻ എന്തായാലും ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ടാവില്ല, ഞാൻ പോവാം. മോനെ ബെന്നി, ഇവർക്ക് രണ്ടുപേർക്കും ഇത് എന്താ പറ്റിയേ? ഇവർ രണ്ടുപേരും ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എന്ത് സന്തോഷായിരുന്നു രണ്ടുപേർക്കും. പക്ഷെ ഇപ്പോ രണ്ടുപേരും കണ്ടു കഴിഞ്ഞ കീരും പാമ്പും പോലെ. ഇതിന് മാത്രം എന്ത് പ്രശ്നം അവർക്കുണ്ടായേ? ഏട്ടൻ സങ്കടപ്പെടാതിരിക്കേ, നമുക്ക് എന്തെങ്കിലും വഴി കാണാം. തൽക്കാലം ഇവിടെ നടന്നൊന്നും അവരോട് പറയാൻ നിൽക്കണ്ട. ഏട്ടൻ പോയിട്ട് കുളിച്ചിട്ട് വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ബാക്കിയുള്ളവരുണ്ടല്ലോ, അവരോട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഫുഡ് കഴിച്ചായിരുന്നോ? ആരും കഴിച്ചിട്ടില്ല, എല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നീ എന്താ ലേറ്റ് ആയത്? അതെന്ത് ഇത്ര നേരമായിട്ടും കഴിക്കാതിരുന്നത്? കഴിക്കായിരുന്നില്ലേ? എന്നെ എന്തിനാ വെയിറ്റ് ചെയ്തേ? എന്തായാലും ഇപ്പൊ ഞാൻ വന്നില്ലേ, വാ ഇരിക്കി, നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. ഫുഡൊക്കെ കഴിക്കാം. അതിനു മുന്നേ ഞങ്ങൾക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ ചോദിക്കാനുള്ളത്? ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും മുഖം എന്റെ ഈ ബലൂൺ വെറുപ്പിച്ച പോലെ ഊർത്തു കിട്ടിയിരിക്കുന്നേ. കാര്യം പറ. ആരു, നീ ഇതുവരെ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടില്ല. ഏട്ടൻ അറിയാത്ത ഒരു കാര്യവും നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി പറ, എന്താ നീയും അർജുനും തമ്മിലുള്ള പ്രശ്നം? ഞങ്ങൾ വന്നപ്പോ തൊട്ട് കാണുന്നതാ, നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടുന്ന പോലും ഇല്ല. എന്തിന്? പരസ്പരം കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പിനെ പോലെ വെവ്വേറെ റൂമിലേക്ക് എടുക്കുന്നത്. എന്താ ശരിക്കും പറ്റിയത്? ഇനിയെങ്കിലും പറ. അത് അത് പിന്നെ തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ചോദിക്കരുത്. അത് അതെന്തായാലും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാരു? ഞങ്ങൾ എന്താ നിനക്ക് അന്യരാണോ? നിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയണതല്ലേ, പിന്നെ എന്താ പ്രശ്നം? നിങ്ങൾ അന്യരൊന്നും അല്ല, പക്ഷെ എനിക്കിപ്പോ അത്
ഞാൻ സാർ മീറ്റിങ്ങിന്റെ ടൈമായി, ഇനി നിന്നാ ലേറ്റ് ആവും. ഓക്കെ, നീ നടന്നോ, ഞാൻ വരാം. ആരു, എന്താടാ പ്രശ്നം? ഞങ്ങളോട് നിനക്കിതൊന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞൂടെ? അത് പിന്നെ ഇപ്പൊ ഞാനും അർജുനും തമ്മില് അത്ര നല്ല ടേംസിലല്ല. ഞങ്ങൾ പരസ്പരം മിണ്ടാറ് കൂടിയില്ല. ഒരു ചെറിയ പ്രശ്നമുണ്ട് ഞങ്ങൾ തമ്മില്. ഇപ്പോ അത്രയും മനസ്സിലാക്കിയാൽ മതി. എനിക്ക് മീറ്റിങ്ങിന്റെ ടൈമായി, ഞാൻ ഇറങ്ങാം. ഇവര് തമ്മിൽ എന്താ പ്രശ്നം അറിയാതെ നമുക്കതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. ഇനി ഇവര് തമ്മിലുള്ള പ്രശ്നം എന്താന്ന് നമ്മൾ ആരോടൊന്ന് ചോദിക്കുക? നമുക്ക് ആയമ്മോട് ചോദിച്ചാലോ? ആയമ്മല്ലേ 24 മണിക്കൂറും ഇവിടെ ഇവരുടെ കാര്യം നോക്കുന്നേ. അപ്പോ ആയമ്മയ്ക്ക് അറിയാതിരിക്കൂ? ഇല്ല ക്രിസ്റ്റി, ആയമ്മയ്ക്ക് അറിയാൻ വഴിയില്ല. കാരണം ഇന്നലെ നമ്മൾ ആയമ്മയുടെ അടുത്ത് സംസാരിച്ചതാണല്ലോ. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ആയമ്മ ചോദിക്കാതെ തന്നെ അപ്പോഴേ നമ്മുടെ അടുത്ത് അത് പറയുമായിരുന്നു. പക്ഷേ അതൊന്നും പറയാത്ത സ്ഥിതിക്ക് ആയമ്മയ്ക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇത് വേറെന്തോ പ്രശ്ന. പിന്നെ ഇതെങ്ങനെ മനസ്സിലാക്കും ഇവര് തമ്മിൽ എന്താ പ്രശ്നം? ഏട്ടൻ വിഷമിക്കാതിരിക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാരും വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. നീ എന്താ അവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നേ? അത് വേറൊന്നുമല്ല, നിങ്ങളും ഒരു മാഫിയ ആയിരുന്നല്ലോ. അപ്പോ വല്ല രഹസ്യങ്ങളും കിട്ടിയാലോ എന്ന് വിചാരിച്ച് തപ്പുന്നതാ. രഹസ്യങ്ങളോ? അതും എനിക്ക്? ഒന്ന് പോയേടി. ഇപ്പോ പോലീസിനല്ല പേടി, നിന്നെ പേടി. എന്തുവൊക്കെയാ തപ്പിക്കൊണ്ടിരിക്കുന്നേ? അല്ല, സത്യത്തിൽ നിനക്ക് എന്താ വേണ്ടേ? ഒന്നുമില്ല ചായ, ഞാൻ ചുമ്മാ ഇവിടേക്കൊന്ന് തപ്പി നോക്കിയതാ. പിന്നെ ആരവിന്റെയും അർജുന്റെയും കാര്യത്തില് എന്താ തീരുമാനം? അവര് തമ്മില് ശരിക്കും എന്തായിരിക്കും പ്രശ്നത്തിന് കാരണം? അറിയില്ല എന്താ കാരണമെന്ന്. എന്തായാലും ഇവിടെ ആർക്കും ഒരു ഐഡിയ ഇല്ലാത്ത സ്ഥിതിക്ക് ഓഫീസിലൊന്ന് പോണം. എന്തായാലും രണ്ടുപേരും ഒരേ ഓഫീസിൽ തന്നെയാണല്ലോ. അവിടെ ചെന്നാ എന്തെങ്കിലും ക്ലൂ കിട്ടുമോ നോക്കണം. എന്തെങ്കിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണോ അതോ പേഴ്സണലി ആണോ പ്രശ്നം എന്നുള്ളത് അപ്പോഴേ അറിയാൻ സാധിക്കൂ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഓഫീസിൽ പോയി നോക്ക്, എന്തെങ്കിലും കിട്ടിയാലോ. പിന്നെ ചായ, ഞാനൊരു കാര്യം പറയട്ടെ? എന്താണ് ഒരു സോപ്പിടല്? കാര്യം പറഞ്ഞു, ഞാൻ സാധിച്ചു തരാം. അത് പിന്നെ എനിക്ക് നമ്മള് ഹണിമൂണൊന്നും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഹണിമൂൺ ആഘോഷിച്ചാലോ? അതാണ് ഇത്ര വലിയ കാര്യം. ഇപ്പൊ നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാലോ. നീ ഫസ്റ്റ് ടൈം അല്ലേ ന്യൂയോർക്ക് വരുന്നേ? നമുക്ക് നാളെ രാവിലെ ന്യൂയോർക്ക് സിറ്റി മുഴുവൻ കറങ്ങിയടിച്ച് നിനക്ക് വേണ്ടതൊക്കെ കാണാനും ഒക്കെ മേടിച്ചു തരാനും നമുക്ക് പോവാം. ഓക്കെ? താങ്ക് യു സോ മച്ച്. അപ്പോ നാളെ നമ്മള് അടിച്ചു കുളിക്കാൻ പോകുന്നു. അതെ, അതിനു മുന്നേ വേറൊരു കാര്യമുണ്ട്. വേറെന്ത് കാര്യ? അത് പറയാൻ പറ്റില്ല, കാണിച്ചു തരാം. ആയമേ, ഞാൻ സഹായിക്കണോ? അയ്യോ മോളെ, വേണ്ട, എല്ലാ പണിയും കഴിഞ്ഞു. ഉച്ചക്കുള്ള ഭക്ഷണം എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോള് പോയി റെസ്റ്റ് എടുത്തോ. ഈ വീട്ടിലെ മുഴുവൻ പണിയും ആയ്മ തന്നെയാണ് എടുക്കാറ്. അല്ല, അടുക്കളപ്പണിയും പുറം പണിയും എല്ലാം ആയ്മ ഒറ്റയ്ക്കാണ് ചെയ്യാ? അല്ല മോളെ, പുറം പണിക്ക് വേറൊരാളുണ്ട്. അത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വരുള്ളൂ. പിന്നെ വീട്ടിലെ അകത്തുള്ള എല്ലാ പണിയും ഞാൻ തന്നെ എടുക്കാം. അതിന് മാത്രം പണിയൊന്നുമില്ല ഇവിടെ. ഇവിടെ ആകെ അവര് മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കെടുക്കാവുന്ന പണി തന്നെ ഉള്ളൂ. ആയമ്മയുടെ വീട്ടില് ആരൊക്കെ ഉള്ളത്? ആയമ്മ ഇവിടെ തന്നെയാണോ നിക്കുന്നതെല്ലാം? എനിക്കങ്ങനെ പറയാത്തക്ക ആരുമില്ല. ഞാൻ പണ്ട് മുതലേ ഇവിടെ തന്നെയാ, വേറെ എങ്ങോട്ടും ഇന്നേ വരെ പോയിട്ടില്ല.
ഗുഡ് മോർണിംഗ് സാർ. ബെന്നി സാറും ക്രിസ്റ്റ സാറും വന്നെന്ന് അറിഞ്ഞു. സുഖായിരുന്നു സാർ. ആ, സുഖായിട്ടിരിക്കുന്നു. പിന്നെ അർജുനുമാരും ഇവിടെ? രണ്ടുപേരും അവരവരുടെ ക്യാബിനിലുണ്ട്. മീറ്റിംഗ് നടക്കുകയായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞു. അർജുൻ സാറിന്റെ ക്യാബിനിലും ആരവ് സാറിന്റെ ക്യാബിനിലും ഉണ്ട്. സാർ അങ്ങോട്ട് ചെന്നോളൂ. ഓക്കെ, ഞാൻ അവരെ പോയി കണ്ടിട്ട് വരാം. ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, എല്ലാം പഴയ പോലെ തന്നെ. എടാ, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ ഫ്രീ ആണോ? രാവിലത്തെ വിഷയമാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. വേറെ എന്തെങ്കിലും ആണെങ്കിൽ നിനക്ക് സംസാരിക്കാം. എടാ, അതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേറെ ഒന്നുമില്ല. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? ഇപ്പോ നീ ടൈം ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈവനിങ് സംസാരിക്കാം. ഇന്ന ഈവനിങ് എനിക്ക് ഒട്ടും പറ്റില്ല. ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈവനിങ് ഞാൻ തിരക്കിലായിരിക്കും, വരാൻ ലേറ്റ് ആവും. നിനക്ക് വൈകിട്ട് ഒരു തിരക്കുമില്ലെന്ന് എനിക്ക് മനസ്സിലാവും. നീ ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എനിക്ക് നന്നായിട്ടുണ്ട്. നീയായിട്ട് ഒരു ദിവസം ഇത് ഞങ്ങളുടെ അടുത്ത് പറയേണ്ട ഒരവസ്ഥ വരും. അന്ന് നീ പറയൂല്ലോ, അത് മതി. അതിനു മുൻപ് എന്നെ കൊണ്ട് കണ്ടെത്താൻ പറ്റുമെങ്കിൽ ഞാൻ കണ്ടെത്തും. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാനൊന്നും പറയാനില്ല. പക്ഷേ എൻ്റെ ഉത്തരം എപ്പോഴും ഇത് തന്നെയായിരിക്കും. ഞാനായിട്ട് ഈ ഒരു കാര്യം ആരോടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായല്ലോ? എൻ്റെ പിന്നാലെ അത് ചോദിച്ച് ഇനി വന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഞാനായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അന്ന് മനസ്സിലാക്കിയാൽ മതി. ശരി, ഞാൻ പോവാം. ആരവിനൊന്ന് കണ്ടിട്ട് വേണം തിരിച്ചു വീട്ടിൽ പോവാൻ. അല്ലാതെ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. സ്റ്റെല്ല, വൈകിട്ട് 7 മണി തൊട്ട് എനിക്കൊരു ക്ലയൻ്റായിട്ട് മീറ്റിംഗ് ഉണ്ട്. സോ അനാവശ്യമായിട്ട് എന്നെ കോൾ ചെയ്യരുത്. എന്നെ എന്നല്ല, താൻ മാത്രമല്ല എല്ലാവരോടും പറഞ്ഞേക്ക് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്ന്. ഞാനൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിന് വേണ്ടിയാണ് പോകുന്നത്. വരാൻ ലേറ്റ് ആവും. എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ നാളേക്ക് അതെല്ലാം അറേഞ്ച് ചെയ്തോളാം. ഓക്കെ സാർ, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എന്താ മനുഷ്യ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? എന്താ പറ്റേ? ആരാ വിളിച്ചേ? അത് ആരുവാ വിളിച്ചേ? അവനെന്തോ ഇമ്പോർട്ടന്റ് കാര്യം ഓഫീസിൽ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ലേറ്റ് ആയിട്ടേ വരുള്ളൂന്ന്. ഹാപ്പി ആനിവേഴ്സറി മൈ ലവ്. താങ്ക് യു ബേബി. സോറി ആരു, എനിക്കറിയാം നമ്മുടെ ലൈഫിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡേ ആയിരുന്നു. എന്നിട്ടും ഇതുപോലെ ഒളിച്ചും പാത്തും ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത്, അതും ഹാഫിയ കിങ് ആയ ഞാൻ. സോറിടാ, സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടല്ലേ. സിറ്റുവേഷൻ എന്താന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാലോ. പിന്നെ നീ എന്തിനാ എൻ്റെ അടുത്ത് സോറി പറയുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ കൂടെ ഏത് നരകത്തിലാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. നീ ഇതുപോലെ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. താങ്ക് യു സോ മച്ച് ഫോർ അണ്ടർസ്റ്റാൻഡ് മീ ആൻഡ് ബീങ് ഓൾവേസ് ബി വിത്ത് മീ. ഐ ലവ് യു ആരു. I love you so much. I love you too, Arju. I love you so much. നമ്മുടെ ഈ ആക്ടിങ് കാരണം വീട്ടുകാർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതാലോചിക്കുമ്പോൾ ഒരു വിഷമം. സാരില്ല അർജു, എല്ലാം ശരിയാവും. അല്ലെങ്കിൽ നമ്മളെല്ലാം ശരിയാക്കിയെടുക്കും. ഇനി കുറച്ച് നാളും കൂടിയല്ലേ, നമുക്ക് ഈ അഭിനയം കണ്ടിന്യൂ ചെയ്യാം. ഇതിലൊരു സുഖമുണ്ടല്ലോ. എന്ത് സുഖം? പണ്ടത്തെ കാമുകന്മാരെ പോലെ ഒളിച്ചും പത്തും കാണലും സംസാരിക്കലും ആരും അറിയാതെ ഫോൺ ചെയ്യലും, അതൊക്കെയാണോ നീ പറഞ്ഞ സുഖം? എന്തേ, അതൊക്കെ സുഖമുള്ള ഏർപ്പാടല്ലേ? നീ എന്താ ഇങ്ങനെ അൺറൊമാൻറ്റിക് ആയി ചിന്തിക്കുന്നേ? ആര്? ഞാനോ അൺറൊമാൻറ്റിക്? നീ തന്നെ ഇത് പറയണം. പറയുന്ന വാക്കുകളൊക്കെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. അറിയാലോ,
ഭക്ഷണം കിട്ടാത്ത കടുവയുടെ പോലെ എൻ്റെ അവസ്ഥ. 6 മാസമായിട്ട് വെറും വെജിറ്റേറിയനാണ്. നീ ചിരിക്കണ്ട, ഞാൻ പറഞ്ഞത് കാര്യ. കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മൾ തമ്മിൽ ഫിസിക്കലി ഒന്നും നടക്കാറില്ലല്ലോ. അപ്പോ അതിൻ്റെതായ എല്ലാ വിഷമവും എനിക്ക് കാണും. എങ്കിൽ ആ വിഷമം ഇന്ന് മാറ്റി തന്നാലോ? ഞാൻ റെഡിയാ. പക്ഷേ നമ്മൾ ആരെങ്കിലും കൂടെ വെച്ച് കാണൂ? ആരും കാണില്ല. കാരണം ആരും മാഫിയ കിങ്ങിനെയും ഹസ്ബൻഡിനെയും ഇതുപോലൊരു സിറ്റുവേഷനിൽ ഇതുപോലൊരു സ്ഥലത്ത് എക്സ്പെക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും, പേടിക്കണ്ട. അപ്പോ എങ്ങനെയാ കാര്യങ്ങള്?